ഹലോ, അസ്സാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം മോർണിംഗ് നീറ്റ് വെറും വയറ്റിൽ നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് പോയപ്പോൾ ടൈം ഈസ് 7 ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിക്കുള്ള കരിഞ്ഞ് ആദ്യം തന്നെ ഉപ്പേരിക്കുള്ള അരിഞ്ഞ് മാവ് അവിടെ ഉണ്ട്. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് എണീക്കാൻ നേരം വെക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റ് ഉണ്ടാക്കുക. ലഞ്ചിക്കുള്ള പ്രിപ്പറേഷനാണ്. ചോറ് അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പം മീൻകാർ വന്നപ്പം പോയി നോക്കിയപ്പോൾ ചെമ്മീനായിരുന്നു. അപ്പം ചെമ്മീൻ കണ്ടപ്പോൾ ഒരു കൊതി, അങ്ങനെ ചെമ്മീൻ മേടിച്ചു. എപ്പോഴും വേറെ എന്തൊക്കെയോ മീനാണ് ഉണ്ടാവില്ല, അപ്പോൾ വെറൈറ്റി കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചു. പിന്നെ നമ്മളിനി അരി കഴുകിയെടുത്തിട്ടിടാൻ പോവാം. അപ്പോൾ നമ്മളെ വെള്ളം കാഞ്ഞിട്ടുണ്ട്. അരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പണി കഴിക്കണം എന്നുള്ളൊരു ചിന്ത രാവിലെ ആയാൽ എല്ലാവരും അങ്ങനെ തന്നെ ആവും. അപ്പോൾ ചെമ്മീൻ തൊലിക്കലൊരു ടാസ്ക്കാണല്ലോ. വേഗം ചെമ്മീൻ തൊലിക്കരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചെമ്മീനൊക്കെ തൊലിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ചെമ്മീൻ കുറച്ചേ ഉള്ളൂ, തൊലിയാണ് കൂടുതലും ഉള്ളത്. ഏതായാലും സാരമില്ല, അത് കറി വെക്കാം. അപ്പോൾ ഏകദേശമൊക്കെ സെറ്റ് ആയതിന് ശേഷം അടിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ മുറ്റം ചുറ്റോടും അടിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെ ഇക്കൊക്കെ ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ചെടി കേട്ടോ. ഈ ഒഴിഞ്ഞ ഭാഗത്തൊക്കെ ചെടികളുണ്ടായിരുന്നു. ഒക്കെ വെട്ടി തെളിച്ച് അതിൻ്റെ ചെടി ഉണ്ടായിട്ട് ഇതിൻ്റെ അതിനൊന്നും വളം കിട്ടണില്ല. ചെടിയൊക്കെ പോക്കി. ഒരു മൂടിന് കൊറോണൻ്റെ ഒരു മൂടിന് ചെടിയൊക്കെ ഉണ്ടാക്കിയതേനി. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ നോക്കലില്ല. അപ്പോൾ വെട്ടി വെച്ച് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വെട്ടിക്കോളിയായിരുന്നു. അങ്ങനെയൊക്കെ വെട്ടി അപ്പോൾ മുറ്റം കുറച്ചുകൂടി അങ്ങോട്ടൊക്കെ കായിട്ടോ. പിന്നെ നമ്മളെ ഫാഷൻ ഫ്രൂട്ടാണ് ഇത്. ചെറിയൊരു വള്ളിയോടെ ഉണ്ടായപ്പോൾ അതിങ്ങനെ അങ്ങോട്ട് പടർത്തി കൊടുത്തേനി. അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ അതേപോലെ കായ്കളൊക്കെ ഉണ്ടായിനി കേട്ടോ. ഇപ്പം ഇല്ല, സീസൺ ആകുമ്പോൾ ഉണ്ടാവും. ഇത് കാക്കൻ്റെ വീടാണ്, നമ്മളെ താഴെ. എന്നാൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്നായിരുന്നു, നമ്മളെ വീടിന് തൊട്ടടുത്ത് തന്നെ. ഇവിടെ കുറച്ച് വഴുതനൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2 വഴുതനൊക്കെ ഒക്കെ ഉണ്ട്. ഇതൊക്കെ വേനലായതുകൊണ്ട് ഒക്കെ ശോകമാണ്. കണ്ടില്ലേ, ഇതൊക്കെ നല്ല രസമുള്ള ചെടിയും നല്ല വൈറ്റ് ഫ്ലവറൊക്കെ. ഇതിൻ്റെ പേരെന്താ അറിയില്ല, ഒക്കെ ഒരു ഇതായിട്ടുണ്ട്. നമ്മളെ മുറ്റത്തിൽ റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വെള്ളപ്പം ചുട്ടെടുക്കാൻ തുടങ്ങി. വെള്ളപ്പം ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ ടൈം 8:30 ആയിട്ടുണ്ട്. 8:30 ആകുമ്പോൾ പിന്നെ വിളിക്കണം എന്ന് പറഞ്ഞു എനിക്ക. എന്തൊക്കെയോ പുറത്ത് പണിയുണ്ട് പറഞ്ഞു. അപ്പം ആദ്യം തന്നെ വിളിക്കുമ്പോൾ എണീക്കൂല. ഫാൻ ഓഫ് ആക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫാൻ ഓഫ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആൾ എണീറ്റോളും. 8:30 വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫാൻ ഓഫാക്കി പോന്നു. അങ്ങനെ വീണ്ടും ഇത് വെള്ളപ്പം ചുട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ചൂടോടെ കഴിക്കാമെന്ന് പറഞ്ഞ അവിടെ ഒരാൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ ഗ്യാസ് റോളൊക്കെ ഇട്ടുകൊണ്ട് കേട്ടോ. കുറേയൊന്നുമില്ല, കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മളെ റൈസ് വെന്ത മട്ടാണ്. ഇതിന് കറക്റ്റ് ടൈമുണ്ട്. വേവ് കയറിയ പിന്നെ ആകെ സീനാവും. അപ്പം വെള്ളപ്പം ചുടുന്നതിനിടയിൽ റൈസും ഇങ്ങനെ ഊറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു നൂലെടുത്തിട്ട് അകം വീശുന്നുണ്ട്. 3 പണിയായിട്ടും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും തുടയും ഒക്കെ ഒപ്പം കഴിയും. മൾട്ടി ടാസ്ക് എന്ന് പറയില്ലേ, ഇങ്ങനെ ചെയ്യണുണ്ടായിരിക്കും. എവിടേക്കും പോവാണ്ടോ എന്നാവുന്നല്ല കേട്ടോ. പെട്ടെന്ന് പണി തീർക്കണം എന്നാണ് വേഗം. എന്നാൽ പിന്നെ വെറുതെക്കല്ലോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ക്ലീൻ ആക്കിയതിലേക്ക് പൗഡേഴ്സും കാര്യങ്ങളും തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടെടുത്തിട്ട് വെള്ളം ഒഴിച്ച് ചട്ടിയിലാണ് വെക്കണത്. അപ്പോൾ ചട്ടി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ലൊരു മസാലക്കറി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഇപ്പോൾ പച്ചക്കായ കണ്ടപ്പോൾ മേടിച്ചു പറഞ്ഞു. പച്ചക്കായ ഉണ്ടെന്ന്. അപ്പോൾ പച്ചക്കായ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റാവും ചെമ്മീനിലേക്ക്. പച്ചക്കായ പൊട്ടാറ്റോ ഏതെങ്കിലും ഒന്നിട്ടാൽ കറി തന്നെ പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്തു.
ഫിഷ് മാഗ്നേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ഫ്രൈയും കഴിഞ്ഞു. പിന്നെ ലഞ്ചിലേക്കുള്ള പപ്പടം, പിന്നെ ഉപ്പേരി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാബേജ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ അരിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓരോന്ന് കുക്ക് ചെയ്യുന്ന ടൈം ഉണ്ടാവുള്ളൂ. ക്യാമറ ഓടിച്ചുകൊണ്ട് മറിച്ചിടൽ കുറച്ച് റിസ്ക്കാണ്, സോറി ഗായ്സ്. അപ്പോൾ നമ്മളെ ഉപ്പേരി കുക്കാവുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഇടാൻ ഇഷ്ടമല്ല, അപ്പോൾ ഇങ്ങനെയാണ് കുക്ക് ചെയ്യൽ. അപ്പോൾ നമ്മളെ കറി ഇതാ, നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ടോ, കറീൻ്റെ തിക്നെസ്സിന് വേണ്ടിയിട്ട്. ചട്ടിയിൽ വെച്ചപ്പോൾ അതൊരു ട്രഡീഷണൽ ലുക്കായി അല്ലേ. അപ്പോൾ നമ്മളെല്ലാ പണിയും കഴിഞ്ഞപ്പോൾ അതാ 10:15 ടൈം. 10:15 നമ്മൾ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. വാഷിങ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഉമ്മ അവിടെ ഇല്ല, ഇപ്പയും ഇക്കയൊക്കെ ഫുഡ് കഴിച്ചു. ലാസ്റ്റ് ഞാൻ കഴിച്ചു. അങ്ങനെ അടുക്കള ക്ലീനായി തുടച്ചു കഴിഞ്ഞു. സോ പണി കഴിഞ്ഞു ഗൈസ്. ആള് കുറേ നേരമായി പുറത്തേക്ക് വിളിക്കണം, ഇങ്ങോട്ട് വാ, എൻ്റെ പണി കഴിഞ്ഞില്ല, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യ്, ഇവിടെ വന്ന് നിന്നാൽ മതി എന്നാണ്. അപ്പോൾ പൊരിഞ്ഞ വെയിലത്താണ് ഇവിടെ പണിയെടുക്കുന്നത് കേട്ടോ. നമ്മളെ പണി കഴിഞ്ഞാൽ ഇതിൽ ഞാനിതിങ്ങനെ നോക്കി നിന്നിട്ടുള്ളൂ, ഒരാളായി നിന്നാൽ മതി അറിഞ്ഞപ്പോഴേ. നമ്മൾ അനിയാക്കൻ്റെ വീട്ടിൽ റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് പാട്ടൊക്കെ ഇട്ടിട്ടാണ്. അനിയാക്ക വീട്ടിലുണ്ടായാൽ പിന്നെ എല്ലാ സൺഡേയും ഇങ്ങനെ സൗണ്ട് ബോക്സിൽ പാട്ടിടും കേട്ടോ. അപ്പോൾ പാട്ട് കേൾക്കാൻ എല്ലാവരും പറയും അതിലകത്തു നിന്നൊക്കെ, അനിയാക്ക പാട്ടിട്ടോടി അപ്പോൾ അവിടെ ഇടലോ കൊടുക്കും. നല്ല രസമാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് മയങ്ങിട്ടോ, മയങ്ങി വന്നോക്കിയപ്പോൾ ഇത് അവിടെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ല, ആൾക്കും ഉണ്ടാട്ടൊന്നുമില്ല, വിശന്നൊരു ഇതാണ്. ഞാൻ ചോറ് വിളമ്പി വെച്ചോട് പറഞ്ഞപ്പം ചോറ് എടുക്കാൻ പോയിട്ടോ. ഉച്ചയായിട്ടുണ്ട്, 2-2:30 അതിന് ടൈം. അപ്പോൾ നമ്മൾ ചോറും രാവിലെ ഒക്കെ ആക്കി വെച്ചുകൊണ്ട് അതിൻ്റെ റെസ്റ്റ് എടുക്കാനുള്ള ടൈമും കിട്ടി. കുറച്ച് ചില്ല് ചെയ്തു, അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. നമ്മളെ ചെമ്മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊടുത്തപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് ഇറച്ചി കിട്ടി വെച്ചിട്ടോ. അത് ഇറച്ചിയല്ലത് പച്ചക്കായാണ്, ചെമ്മീൻ കറിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ആളൊന്നുകൂടി ശ്രദ്ധിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മളെ ഉപ്പേരിയും പിന്നെ നമ്മളെ ഫിഷ് ഫ്രൈയും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. ഒക്കെ കൂട്ടി ലഞ്ച് അടിപൊളിയാക്കി. എനിക്കെന്താ അറിയില്ല, നല്ല നാടൻ ചോറാണ് ഭയങ്കര ഇഷ്ടം. മറ്റേതൊക്കെ കഴിക്കും, പക്ഷെ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു നഴ്സറി ഉണ്ട്, എന്താ പറയുക, പ്ലാൻ നഴ്സറി. സോ അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേണം അവിടെ പോകാൻ. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ഏറ്റവും അടുത്തിട്ടുള്ള ഒരു സംഭവം അത് കേട്ടോ. അവിടെ പോയപ്പോൾ കുറേ ചെടികൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊക്കെ നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. ഈ വേനൽക്ക് ഇതൊക്കെ വാങ്ങിയാൽ സീനാവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂപ്പർക്ക് എന്തോ വേറെ എന്തോ തയ്യോ ആണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ അവിടെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ നിന്നപ്പോൾ ഈ ചെടികളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊടും വേനലിൽ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് റിസ്ക്കാണ്. അങ്ങനെ വീണ്ടും വീട്ടിൽ തന്നെ ഈവനിങ് കുറച്ച് നേരം കിടന്നു. പിന്നെ HSAക്ക് പ്രിപ്പയർ ചെയ്യണ്ടായിരുന്നു. PSC നോക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, നോട്ട്സും കാര്യങ്ങളും എഴുതാണ്ടേനു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ആസ് യൂഷ്വൽ നൈറ്റ് സ്പെഷ്യൽ ബുൾസൈ നൂഡിൽസും അടിച്ച് ഇന്നത്തെ ഡേ മൊത്തം അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ബൈ.